അപ്പം നമ്മുടെ കാശ്മീർ ട്രിപ്പിന് ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രം. അപ്പം നമ്മൾ ഇപ്പം പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചൂനും മൃദുലയ്ക്കും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഓപ്ഷൻ ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ നമുക്ക് കൊല്ലം വെക്കാം. ഇവിടെ ട്രിവാൻഡ്രം സെന്റർ ഉണ്ട് പാസ്പോർട്ട് സേവ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ മുമ്പേ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും പാസ്പോർട്ട് ഇല്ലായിരുന്നു. പാസ്പോർട്ട് ഒക്കെ എടുത്തിട്ട് എപ്പോഴാണ് ദുബായിലോട്ടോ UK കോൾ വരുന്നത് പറയാൻ പറ്റില്ല. മേ ബി പെട്ടെന്ന് പോകേണ്ടി വന്നാലോ. അപ്പം എന്തായാലും മൃദുലയ്ക്കും ഇത് എടുത്തു കേട്ടോ. രണ്ടുപേർക്കും എടുത്തില്ല, രണ്ടുപേർക്കും അപ്ലൈ ഇന്ന് വെരിഫിക്കേഷൻ. അപ്പൊ കിട്ടൂലേ ഇന്ന് കിട്ടും. ഇതെന്തരാ ഇത് ഇനി ഇത് പോലീസ് വെരിഫിക്കേഷനും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എക്സാം ഒക്കെ? എല്ലാം +1 എക്സാം എല്ലാവർക്കും എക്സാം നടക്കുകയാണ്. അപ്പൊ എല്ലാരും ഗൈസ് നന്നായിട്ട് പഠിച്ച് എക്സാം ഒക്കെ ഇട്ട് എഴുതി നല്ല മാർക്കൊക്കെ വാങ്ങും അല്ലേ? അപ്പൊ നമ്മള് പിന്നെ എനിക്കിനി മുടി വെട്ടണം കേട്ടോ. എനിക്ക് മുടി ഇന്ന് വെട്ടാൻ പോവാ. നീ ഇന്നാൾക്കല്ലേ വെട്ടിയത്? മുടി പെട്ടെന്ന് വളരുന്നടാ. ഞാൻ ഇതുവരെ വെട്ടിയില്ല, ഞാൻ അന്ന് വെട്ടിയതാ. എനിക്ക് ഇവന്റെ കല്യാണത്തിന്റെ സമയത്ത് വെട്ടിയതാടാ ഞാൻ. പിന്നെ വെട്ടിയിട്ടില്ല. മുടി ഇനി പെട്ടെന്ന് വളരുന്നത് നീളം വെച്ച്. എന്തായാലും നിങ്ങളെ പാസ്പോർട്ട് ഓഫീസിലോട്ട് ആക്കിയിട്ട് വേണം എനിക്ക് പോയി മുടിയൊക്കെ ഒന്ന് വെട്ടാൻ വൃത്തിയാവാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം അനദർ ഒരു അടിപൊളി ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ലെറ്റ്സ് ഗോ ടു ട്രിവാൻഡ്രം പാസ്പോർട്ട് സേവാ കേന്ദ്രം. അതെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് ദേ രണ്ടുപേര് നടന്നു വരുന്നത് കണ്ടോ? പാസ്പോർട്ടാണെന്ന് തോന്നുന്നു കയ്യില്. പിന്നെ കിവിയാ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമ്മള് ഓരോ കൗണ്ടറിൽ ഇങ്ങനെ പോയി നിൽക്കണം ചുമ്മാ. അവര് അവിടെ ഒരിടത്ത് പോകുമ്പോ പറയും ഇനി അപ്പുറത്ത് നോക്കൂ, അവിടെ ചെല്ലുമ്പോഴത്തേക്കും അപ്പുറം ഇവിടെ പോയി അങ്ങനെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഫോട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു? ഫോട്ടോ അയ്യോ എന്റെ ഫോട്ടോ ദുരന്തമാണ്, ഭയങ്കര ദുരന്തമാണ്. അത് കാണാൻ പറ്റുമോ? എന്റെ ഭയങ്കര വിറ്റ. അത്രയും ചിരി വേണ്ടെന്ന് അങ്ങനെ നിങ്ങൾ അടുത്തടുത്തായിരുന്നാ? ഞാൻ അവിടെ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന ഞാൻ കണ്ടുപിടിക്കാം. എന്നെ മുടി വെട്ടിയതൊന്നും പറഞ്ഞില്ല. അതേ കണക്ക് എന്നെ വെട്ടിയില്ലേ? നമ്മളൊന്നും കഴിച്ചില്ല. നിങ്ങൾ കയറിയപ്പോ 1 മണിക്കൂർ ലേറ്റ് ആവുന്ന സെക്യൂരിറ്റി പറഞ്ഞു. അപ്പഴേ ഞാൻ മുടി വെട്ടിട്ടായിരുന്നു. അത്ര ടേസ്റ്റ് ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ഒന്നും കിട്ടാഞ്ഞിട്ടാ. മുറുതേണ്ട ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു വെച്ചേക്കണം. കേൾക്കാനൊക്കെ കൊള്ളാം. സംഭവം വിത്താണ്. പച്ചക്ക് തിന്നാവോ? വിത്തൊക്കെ മേടിച്ചേക്കുന്ന പൈസ കൊടുത്തിട്ട്. ഇത് വൈറ്റമിൻ എല്ലാം ആയിരിക്കും. അപ്പൊ നമ്മൾ നേരെ ഇനി നമ്മുടെ ക്യാമറ ഷോപ്പിലോട്ട് വിടാൻ വേണ്ടി പോവാണ്. നമ്മുടെ മൈക്കും കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട് ഗൈസ്. പുതിയ മൈക്ക് കിട്ടിയിട്ടോ. താങ്ക് യു DJI. സത്യം പറഞ്ഞാൽ 1 മാസം കൂടി കഴിഞ്ഞാൽ അടിച്ചു പോയെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സത്യത്തിൽ അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശരിയാക്കി തരാം. പക്ഷെ ഒരു പുതിയ പ്രോഡക്റ്റ് തന്നില്ലേ, അതാ താങ്ക് യു. അപ്പം ഫിക്സ് ചെയ്യാൻ പറ്റാത്ത കംപ്ലൈന്റും ആയിരിക്കാം. ശരിയാണ്. പക്ഷെ ഈ പ്രോഡക്റ്റ് ഒരുപാട് അന്ന് നമ്മൾ പറഞ്ഞില്ലേ കംപ്ലൈന്റ്സ് ഒന്നും വരാത്ത പ്രോഡക്റ്റ്. ഫസ്റ്റ് കംപ്ലൈന്റ് ഫസ്റ്റ് കംപ്ലൈന്റ് ആ ഷോപ്പിന് തന്നെ ഫസ്റ്റ് കംപ്ലൈന്റ് ആണ്. പുതിയ മൈക്ക് കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. പക്ഷേ അത് പ്രതീക്ഷിച്ചില്ലല്ലേ, എക്സ്പെക്ട് ചെയ്തില്ലല്ലേ. ഇത് സീൽഡ് ആണ്. മൈക്ക് പൊട്ടിക്കാൻ പോകുന്നു. ഇവിടെ തന്നെ പൊട്ടിക്കാൻ. എനിക്കിങ്ങനെ പൊട്ടിക്കാറിയാം. കൊച്ചിന് ഭയങ്കര ഐശ്വര്യം. കാരണം ഇന്നേ അവരെ അടിച്ചു പോകാത്ത DJI അടിച്ചു പോയത്. അന്ന് നീയാ പൊട്ടിച്ചത്. എന്തായാലും അവർ തന്നു. അവർക്ക് വെർഷൻ 2 തന്നിട്ടായിരുന്നു. നേരിടെ വെച്ചു നമ്മളെ ഇരുന്നത് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ആ തേഞ്ഞ് പോയായിരുന്നു അതിന്റെ ഗ്രിപ്പൊക്കെ. അപ്പൊ രാഹുൽ ബ്രോ ആണ് കേട്ടോ ഇതെല്ലാം നമുക്ക് സ്പീഡാക്കി തന്നത്. അതുപോലെ നമുക്ക് സാധനം പകരത്തിനൊരു മൈക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ ബ്രോ താങ്ക് യു ബ്രോ. അടിച്ചു പോകുമ്പോഴത്തേനും ഷോ കണ്ടോ? ഇത്ര നേരം ചുമ്മായിട്ട് ചെയ്ത് വെച്ചേക്കോ. ആരുമില്ല, വെറുതെ ഒരു പ്രഹസനം. പട്ടിയുടെ എടാ ആന്ധ്ര ബ്രാൻഡിന് എന്തോ പട്ടിയുടെ പേര് വെച്ചേക്കുന്നേ. ഓ എനിക്ക് തോന്നുന്നു ഇവിടെ പട്ടി കിടുന്നല്ലടാ, അതിനുള്ള ഈ തീറ്റയൊക്കെ വിൽക്കുന്ന കടയാ. പട്ടിയുടെ തീറ്റ എവിടെ?
പട്ടികളൊക്കെ ചൂടുമായിരിക്കും. അതാവും. അടച്ചു പോയി അയ്യോ നിന്നെ തൊട്ടാ എടാ ഞമ്മളെ വായി തൊട്ടാടാ. എടാ നീ മീശ വെട്ടിയാടാ, അത് ഞാൻ ശ്രദ്ധിച്ചില്ലടാ. ഇങ്ങനെ മലന്ന് കിടന്ന എടാ മുടി കൊള്ളാം വെച്ച് മീശയിൽ പോയടാ. അത് രണ്ടു എനിക്ക് പെട്ടെന്ന് വളരും കൈസ്. നമ്മളിപ്പോ ആദ്യമായിട്ട് ലുലുമാളി വരുമ്പോ ഒരു എക്സ്പ്രഷൻ മാറ്റണ്ട, കൊള്ളത്തില്ല. ഇട് എക്സ്പ്രഷൻ ഇട്. ആദ്യമായിട്ട് നമ്മൾ ലുലുമാളി വരുവാണ്. ആദ്യമായിട്ട് ഇത്ര ക്രൗഡ് പുറലോകം കാണും ആദ്യമായിട്ട്. കാണിച്ചേ. അത് വേറെന്തരാ കണ്ട് പേടിച്ച കണക്കുണ്ട്. മൃദുല പച്ചക്കുതിര നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഫണ്ടൂറെ കയറാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഡയറക്റ്റ് ഞാൻ വിചാരിച്ചു നമ്മൾ ഉത്സവ പുറമെ വേണ്ടി ഫെസ്റ്റ് കിടക്കാൻ നേരത്തെ പൈസ കൊടുത്ത് ഇത് കാർഡൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ കൊച്ചു കാർഡ് എടുക്കാൻ പോയിരിക്കും. കൊച്ചു എന്തോടെ പറഞ്ഞു നേരത്തെ ആധാർ കാർഡ് ആധാർ കാർഡ് കൊണ്ട് ATM ഇട്ട ടീമാണ്. അതല്ല ഗൈസ്, അവിടെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നേ. എന്ത് ചെയ്യാ പിടിച്ചതിനകത്തിട്ടേക്കുന്നതാ എന്തോ കുറ്റം ചെയ്തേട്ടാ. ഒന്നും ചെയ്യല്ലേ, നേരിട്ടൊന്നും നശിപ്പിക്കില്ലേ പിടിച്ചതിനകത്ത്. ഗൈസ് നമ്മള് പൈസയൊക്കെ അടച്ചിട്ട് വേണ്ട ഫണ്ടൂറുടെ ഒരു കാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കൊച്ചു മൃദുലയെ കൂടി ഇത് അടി കൂടാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അട്ടി അവനെ. അയ്യേ, ഒരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു അവന്. അടുത്ത ഫൈനൽ റൗണ്ട് ഞാനും കൊച്ചുവേ. വരുന്നടാ സിംഗ കുട്ടി ഏട്ടാ. അടുത്തതിനകത്ത് പോകട്ടോ. അടുത്ത് ഇത് സൂപ്പർ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നത്? നൈസ് ആയിരുന്നല്ലേ? ചാടറാ. അതെന്തൊരു ചാട്ടോടാ പോയത്. അങ്ങനല്ല ഞാൻ നീ അയ്യോ രസമുണ്ട്. അടുത്ത് ഞാനും മൂക്കി പിടിച്ചു കഴിച്ചു. നമുക്ക് തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു. കോമഡി ആയിട്ടുണ്ട്. അയ്യേ ഇല്ല, എനിക്ക് വേണം. കൊച്ചുവിനെ ആദ്യം സാഹസികമായ റണ്ണാണ് സുഹൃത്തുക്കൾ നിങ്ങൾ കാണുന്നത്. വയ്യേ ഓ മാൻ. പെതുക്കെ അറിഞ്ഞാൽ അത് വീഴും. അയ്യോ ഗൈസ്, അപ്പോൾ നമ്മൾ കാശ്മീർ പോകാനുള്ള ഫൈനൽ ഷോപ്പിംഗ് ആണ്. നമ്മളെ ബ്രഷ്, പേസ്റ്റ്, പിന്നെ കുറച്ച് ഈ ചോക്ലേറ്റ്സ് ഒക്കെ അവിടെ വേണമുണ്ട്. ചോക്ലേറ്റ് എന്തിനായിട്ട് നമുക്ക് ഓക്സിജൻ കിട്ടാൻ. അതെ ഗൈസ്, എല്ലാവരും പറയുന്നുണ്ട് പോകുമ്പോൾ ചോക്ലേറ്റ് വാങ്ങണം. മൃദുല അതുകൊണ്ട് ബ്രഷ്, പേസ്റ്റ്, അമ്മയ്ക്ക് കറുപ്പടിക്കാൻ, മുടിയിൽ കറുപ്പടിക്കാൻ സാധനം, അങ്ങനെ ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കുക കേട്ടോ. ഡയറ്റാന്ന് പോലും ഡയറ്റ്. എന്നിട്ട് ലൈസും മൗണ്ടൻ ഡ്യൂവും ഇതൊക്കെ കുടിക്കുന്ന ഏമ്പൊക്കെ അവിടെ നിന്ന് കിട്ടില്ലേ. ഫണ്ടൂറെ കയറി മറിഞ്ഞടേ. സത്യം ഗൈസ്, ഫണ്ടൂറെ കയറി മടുത്ത് കേട്ടാ.
നമ്മൾ എന്തര കാണിച്ചു കിടന്ന് കൊത്തിയൊക്കെ മറിഞ്ഞ് വീണായിരുന്നു മെയിനായിട്ട്. അതാ ഡേഞ്ചർ ആട്ടോ, കാലിങ്ങനെ മടങ്ങി പോകും. ടിസ്റ്റാമ സാധ്യതയുണ്ട്. ഒരു ഷർട്ട് എടുത്ത് ഗൈസ്, നമ്മളെ ഷോപ്പിംഗ് തീർന്നില്ല. എടാ തിരിഞ്ഞണ്ട ഗൈസ്, അവിടെ ബാക്കിലുണ്ട് ഇത്രയും നീളമുണ്ട്. താടാ തരൂല, ഇത് ഞാൻ ഇട്ടില്ലെങ്കിൽ ഞാൻ തരൂല. എന്തൊരു സ്വഭാവം ഗൈസ് അവന്റെ. ഞാനവിടെ ഉടുപ്പില്ല കിടക്കും. കട വന്ന ഒരു മര്യാദയാണ്. ഇത് എന്തിനാ ചെയ്യുന്ന? ഉടുപ്പിടാതെ നടക്കുന്നു. എന്റെ ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എടുക്കുക. നടു റോഡാണ് ഇത്, വണ്ടിയൊക്കെ പോണണ്ടാ. നീ എന്താ ആരിലും വന്ന് കേറി എന്തിനു ചെയ്യും? ഇതിന്റെ ഇടയ്ക്കെങ്ങാണ്ടായി പോയി ഇട്ടോണ്ട് വന്ന് ഉടുപ്പ്. അത് അവരുടെ ഡിസ്പ്ലേയിൽ ഇടും ഇനി. പ്രവീൺ ഓൺ ദ സ്റ്റേജ്. വെള്ള പാന്റ് ഇട്ട അടിപൊളിയാട്ടോ. ഈ കൊള്ളത്തിൽ പറഞ്ഞെടുക്കത്തില്ല. കൊള്ളത്തില്ല 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 കൊള്ളത്തില്ല. ഓക്കെ, അടുത്തത് നീ ദൂരുന്നില്ലേ? ബില്ലടിക്കുന്നത് വെച്ചോണ്ട് ബില്ലടിക്കുന്നോളോ? ഞാൻ ഇന്ന് ഇട്ടോണ്ട് പോവാ, അല്ലെങ്കിൽ അവ എടുക്കും. പൂത്ത് നിക്കാ. പൂവിന് മണമൊന്നുമില്ല. കൊള്ളൂല, ചെറുത് വലുതെടു. അത് കൊള്ളാടാ, ഇത് കൊള്ളാം. ഗൈസ്, ഇവിടെ എനിക്കോ അമ്മയ്ക്കോ ഡ്രസ്സ് എടുക്കാൻ വന്നാൽ ഭയങ്കര പരാതിയാ. ഞാൻ ഇവിടെ പോസ്റ്റ് അടിക്കുന്നോട്ട് എത്ര നേരം എന്നറിയോ? വെഞ്ഞാറം മൂട്ടിന്റെ മുകളിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ്. ഇതിന്റെ അകത്ത് മൊത്തം ബീട്രൂട്ടാ. കഴിച്ചിട്ട് പറയടി. ഞാൻ ഇത്രയും കഴിച്ചതാ. ഓ, അവൾ ആൾറെഡി കഴിച്ച് കഴിച്ച് കുറച്ച്. ഈ ബീട്രൂട്ട് ചെയ്യാൻ അകത്തുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ പോയ കാര്യങ്ങളെല്ലാം നടന്നു കേട്ടോ. സൂപ്പർ ദിവസമായിരുന്നു. പാസ്പോർട്ട് ഓഫീസിൽ പോയി, അത് റെഡിയായി. ഞാൻ മുടി വെട്ടി. പിന്നെ നമ്മളെ മൈക്ക്, അപ്രതീക്ഷിതമായി നമ്മളെ മൈക്കും നമ്മളെ കൈ ഇന്ന് തന്നെ കിട്ടി. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ട്രിപ്പ് പോകുന്നതിന് മുമ്പ് മൈക്ക് കൈ കിട്ടണമെന്ന്. ശരിയായി. പിന്നെ നമ്മൾ ഫണ്ട് കുറെ കയറി അടിച്ചു പൊളിച്ച് ഡ്രസ്സ് എടുത്തിട്ട് തീരുന്നില്ല. കാശ്മീർ പോകാൻ ഇങ്ങനെ എടുത്തോണ്ടേ ഇരിക്കുക. അപ്പം കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത ഷർട്ടൊക്കെ എന്ത് ഇതാണ്ടേ ഇതെല്ലാം കൊച്ചുവിൻ്റെയാണ്. ഈ പൂ കളർ വൈറ്റ്. എത്ര ഷർട്ടാ? മൂന്ന് ഷർട്ട്. ഞാനും 3 ഷർട്ട്. ഏതാണ്ട് നമ്മൾ മറ്റേ കാശ്മീർ പോകുമ്പോൾ ഒരു ക്യാപ്പ് വാങ്ങിച്ചു. വെച്ചടി മുതലേ ബ്ലാങ് സെറ്റ് മസ. അപ്പം അത്രേ ഉള്ളൂ. അടിപൊളി ഒരു കിടുക്കാച്ചിടയായിരുന്നു സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങളും ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള ബൈ.